ഹലോ ഗൈസ്, എല്ലാ ദിവസവും പോലെ വെളുപ്പിന് 9 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത കാരണം ബെഡിലിരുന്ന് ഞാൻ കുറേ ആയിട്ട് ഞാൻ ആലോചിച്ച്. എന്നിട്ട് എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്തില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഞാനിങ്ങനെ ബ്ലാങ്കറ്റും പുതുപ്പൊക്കെ മടക്കി വെക്കാറുണ്ട് ഗൈസ്. കുറച്ച് ഫ്രഷ് എയർ കിട്ടി കഴിഞ്ഞാൽ എൻ്റെ ബ്രെയിൻ വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ കർട്ടനൊക്കെ മാറ്റി പുറത്തിറങ്ങി ഗൈസ്. എന്നിട്ട് എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് മുഖം കഴുകി നോക്കാമെന്ന്. എന്നിട്ടും വർക്ക് ചെയ്തില്ല. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഗൈസ്, നേരെ കുളിക്കാൻ പോയി. കമൻറ്റിൽ കുളിസീന്ന് കമൻറ്റ് ചെയ്ത് തന്നെ DM-ൽ പ്രൈവറ്റായിട്ട് കുളിസീന് അയച്ചിരുന്നായിരിക്കും. കുളി കഴിഞ്ഞ് മന്ദം ഞാൻ ഹോളിലേക്ക് നടന്നു പോയി ഗൈസ്. കുറച്ച് നേരം TV കാണാമെന്ന് വിചാരിച്ചു. TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂട് കട്ടൻ ചായ എൻ്റെ മുമ്പിലേക്ക് വന്ന്. ഗുപ്തനെ പോലെ തന്നെ ചൂടുള്ള ചായ ഊതി കുടിക്കാനാണ് എനിക്കും ഇഷ്ടം, അല്ലെങ്കിൽ നാവുള്ളൂല്ലേ ഗൈസ്. ചായ കുടിച്ചതിന് കുറച്ച് നേരം TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല ചൂട് ബ്രേക്ക്ഫാസ്റ്റ് വന്നു ഗൈസ്. നല്ല മൊരിഞ്ഞ പൂരിയും ചെട്ടിനാട് ചിക്കൻ കറി. അങ്ങനെ വയറ് നിറച്ച് രാവിലത്തെ പ്രഭാത ഭക്ഷണം അടിച്ച് കയറ്റി ഗൈസ്. കുറച്ച് നേരം പുറത്തിറങ്ങി കുറച്ച് കല്ലൊക്കെ പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞപ്പോഴാണ് നല്ല മഴക്കാർ വന്നത്. അപ്പം ഞാൻ വീണ്ടും പ്രകൃതി രമണീയത ആശിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടന്നപ്പോൾ എനിക്ക് വീണ്ടും വിശന്നു ഗൈസ്. അപ്പം ഞാൻ കുറച്ച് ബിസ്ക്കറ്റും കട്ടൻ ചായ എടുത്ത് വീണ്ടും അത് കഴിക്കാൻ പോയി. നല്ല തണുപ്പും മഴയൊക്കെ ഉള്ള സമയത്ത് കുറച്ച് കട്ടൻ ചായ കുടിക്കാൻ നല്ല രസമല്ലേ ഗൈസ്. പിന്നെ ഞാൻ കുറച്ച് നേരം ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കാൻ എനിക്ക് വായന ഭയങ്കര ഇഷ്ടമാണ്. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി പിള്ളേരുടെ ഫ്രൂട്ട്സിൻ്റെ പടമുള്ള ബുക്ക് ഞാൻ വെറുതെ ഇരുന്ന് നോക്കണമാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് കൂടി കുറച്ച് സ്ട്രോബെറി, ആപ്പിൾ, ലിച്ചിയുടെയൊക്കെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചപ്പോൾ വീണ്ടും എനിക്ക് വയറ് പറഞ്ഞു ഗൈസ്. അപ്പോൾ ഞാൻ നേരെ ഒരു ഉച്ചയുറക്കത്തിന് പോയി. അപ്പം ശരി.